ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിദ്യാ സന്ദീപ്. നമ്മളിന്ന് ബിസിനസ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് ലോയുടെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഓഫർ എന്താണെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഓഫറിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സും എസെൻഷ്യൽ ഫീച്ചേഴ്സും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഓഫർ ഓർ പ്രപ്പോസൽ. നമ്മൾ ഇംഗ്ലീഷ് ലോ പ്രകാരം ഓഫർ എന്നും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം നമ്മൾ പ്രപ്പോസൽ എന്നുമാണ് ഓഫറിനെ പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 subsection A of Indian Contract Act 1872 defines a proposal as follows: when one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other to such act or abstinence, he is said to make a proposal. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 2 സബ്സെക്ഷൻ എ പ്രകാരമാണ് നമ്മൾ ഒരു ഓഫറിനെ അല്ലെങ്കിൽ പ്രപ്പോസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി ഒരു കാര്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന നമ്മൾ എന്ത് പറയുന്നത്, ഓഫർ ഓർ പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പം അതാണ് പറയുന്നത്, ഒരു പേഴ്സൺ ഇപ്പം എ എന്ന് പറഞ്ഞൊരു വ്യക്തി ബീൻ്റെ എന്ത് ചെയ്യാണ്, സമ്മതം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്യാതിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സമ്മതം വാങ്ങിക്കുക നമ്മൾ എന്ത് പറയുന്നത്, ഓഫർ ഓർ പ്രപ്പോസൽ എന്ന് പറയുന്നത്. ദി പേഴ്സൺ മേക്കിംഗ് ദി പ്രപ്പോസൽ ഈസ് കോൾഡ് ദി പ്രോമിസർ ഓർ ഓഫറർ. ആരാണോ പ്രോമിസ് നടത്തുന്നത് അല്ലെങ്കിൽ ഓഫർ നൽകുന്നത് ആ വ്യക്തിയെ നമ്മൾ എന്ത് പറയും, പ്രോമിസർ ഓർ ഓഫറർ എന്ന് പറയും. നിങ്ങൾ നോക്കുക, അപ്പോൾ എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. എ പറയുന്ന എൻ്റെ കാറ് 1,00,000 രൂപയ്ക്ക് നൽകാമെന്ന്, ബിക്ക് നൽകാമെന്ന്. ആ ഒരു കോൺട്രാക്റ്റിൻ്റെ കേസിൽ എ ആണ് അവിടെ പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനെ നമ്മൾ എന്ത് പറയും, പ്രോമിസർ ഓർ ഓഫറർ എന്ന് പറയും. The person to whom the proposal is made is called the promisee or offeree. അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ആ പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ നമ്മൾ എന്ത് പറയും, പ്രോമിസി ഓർ ഓഫറി. ഇപ്പം നമ്മൾ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞ എ 1,00,000 രൂപയ്ക്ക് ബിക്ക് നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ കാറ്. അങ്ങനെ ആ സമയത്ത് ബി അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ബീനെ നമ്മൾ എന്ത് പറയും, പ്രോമിസി ഓർ ഓഫറി. ഇനി അടുത്ത് നമ്മൾ പറയുമ്പോൾ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് ഓഫർ. ഒരു ഓഫർ വാലിഡ് ആണെങ്കിൽ എന്തൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദി ഓഫർ മസ്റ്റ് ബി ക്യാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ റിലേഷൻസ്. ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം, പാർട്ടീസ് തമ്മിലുള്ള ഒരു ലീഗൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കണം. ഇല്ലീഗൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിരിക്കരുത് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഓഫർ മസ്റ്റ് ഇൻറ്റൻഡ് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് എമംഗ് ദി പാർട്ടീസ്. If the parties have agreed that the breach of the agreement would not confer any right on either party to go to the court of law for enforcing the agreement, it will not be a valid offer. ഇപ്പോൾ നമ്മളൊരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പറയുകയാണ്, ഈ എഗ്രിമെൻറ്റ് നമ്മൾ അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർട്ട് പോയിട്ട് യാതൊരു നീതിയും ലഭിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഓഫർ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, വാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പം എ ബിക്ക് എൻ്റെ വാച്ച് 2,000 രൂപയ്ക്ക് നൽകാമെന്ന് ഓഫർ ചെയ്യുന്നു. അപ്പം ബി അതെന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അപ്പം എയും ബിയും തമ്മിൽ എന്താണ്, ഒരു ആയിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, പക്ഷെ നേരെ മറിച്ചിട്ട് എ ബീനെ എന്ത് ചെയ്യാണ്, ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പക്ഷെ ബിക്ക് പോകാൻ പറ്റില്ല. ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്ക് ഒരിക്കലും കോർട്ടിൽ പോയിട്ട് ബിക്ക് എതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാലിഡ് ഓഫർ എന്ന് പറയുന്നത്. ഇത് ലീഗൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റണം. ആ ഒരു ലീഗൽ റിലേഷൻ അല്ലെങ്കിൽ നമ്മൾ അഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് കോർട്ടിൽ എന്ത് ചെയ്യാൻ പറ്റണം, കേസ് നൽകിയിട്ടുണ്ടെങ്കിൽ നീതി ലഭിച്ചിരിക്കണം. അങ്ങനെയുള്ള ഓഫറെ നമുക്ക് എന്ത് പറയാം, വാലിഡ് ഓഫർ എന്ന് പറയാം. രണ്ടാമത്തെ പോയിന്റ്, ദ ഓഫർ മസ്റ്റ് ബി സർട്ടൺ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വേഗ്. The terms of the offer must be certain and unambiguous and not vague. നമ്മൾ ഓഫറിൻ്റെ ടേംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. അതായത് ഡൗട്ട്ഫുൾ ആവുന്ന രീതിയിലാവരുത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഓഫർ നൽകേണ്ടത്. ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. If the terms of the offer are vague, no contract can be entered into because it is not clear as to what exactly the parties intended to do.
നമ്മളിപ്പം ഒരു ഓഫർ നൽകുന്ന സമയത്ത് നമ്മൾ ഡൗട്ട്ഫുൾ, അതിൻ്റെ ടേംസും കാര്യങ്ങളൊന്നും ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓഫറുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള ഓഫർ നമ്മൾ എന്ത് പറയും, ഇൻവാലിഡ് ഓഫർ എന്ന് പറയും. നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ എയും ബിയും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. എക്ക് 2 ബൈക്ക് ഉണ്ട്. എ പറയണ അതിലൊരു ബൈക്ക് 20,000 രൂപയ്ക്ക് ബിക്ക് നൽകാമെന്ന് ഓഫർ ചെയ്യാണ്. പക്ഷെ ആ ഓഫർ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, വാലിഡ് ഓഫർ എന്ന് പറയാൻ പറ്റില്ല. കാരണം 2 ബൈക്കിൽ ഏത് ബൈക്കാണ് നൽകുന്നത് എന്ന് എ എന്തായിട്ടില്ല, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഓഫർ നമ്മൾ എന്ത് പറയും, ഇൻവാലിഡ് ഓഫർ എന്ന് പറയും. ഈ മൂന്നാമത്തെ പോയിന്റ്, ദി ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി അതർ പാർട്ടി. ദി ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദി പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്. നമ്മൾ ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആർക്ക് വേണ്ടിയിട്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതായത് ഓഫറർ ഓഫറിയുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. Thus, an offer accepted without its knowledge does not confer any legal rights on the acceptor. അതുപോലെ തന്നെ പറഞ്ഞത്, ഓഫർ നമ്മൾ എന്ത് ചെയ്യാണ്, ഓഫറിനെ കുറിച്ച് യാതൊരു കാര്യം അറിയാതെയാണ് നമ്മളൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അക്സെപ്റ്റർക്ക് എന്തുണ്ടാവില്ല, ഒരു ലീഗൽ റൈറ്റ്സും ലഭിക്കില്ല. ഇപ്പോൾ നിങ്ങൾ പറയണം, ഇപ്പം ഏതെങ്കിലും ഒരു ക്രിമിനലിനെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ഉണ്ടെന്ന് ഓഫർ ചെയ്യാനാണ്. പക്ഷെ എ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു ഓഫറിനെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. പക്ഷെ ആ എ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു, ആ ക്രിമിനലിനെ പിടിച്ചു പോലീസിൽ ഇൻഫോം ചെയ്തു. പക്ഷേ അദ്ദേഹം ആ ഓഫറിനെ കുറിച്ചിട്ട് അദ്ദേഹം അറിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ലീഗൽ റൈറ്റ്സ് ലഭിക്കാൻ അദ്ദേഹം ക്വാളിഫൈഡ് അല്ല. ഓക്കെ, പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു ഓഫറിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഈ ഒരു ക്രിമിനലിനെ പിടിച്ച് ഏൽപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ട്, ലീഗൽ റൈറ്റ്സ് കിട്ടാൻ അദ്ദേഹം ക്വാളിഫൈഡ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത്, ദി ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദി കൺസെൻറ്റ് ഓഫ് ദി ഓഫറേ. ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ഓഫറിയുടെ കൺസെൻറ്റ് അല്ലെങ്കിൽ സമ്മതം വാങ്ങിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള ഓഫറെ നമ്മൾ ഇൻവാലിഡ് ഓഫർ എന്ന് പറയും. ഇഫ് എ പേഴ്സൺ മിയർലി മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ബി ബൗണ്ട് ബൈ ഇറ്റ് ദെൻ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് ഓഫർ. ഒരു പേഴ്സൺ ഒരു ഓഫർ നൽകുന്ന സമയത്ത് അദ്ദേഹത്തിന് യാതൊരു ലക്ഷ്യം, അതായത് ഓഫർ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് യാതൊരു ലക്ഷ്യമില്ലാതെയാണ് അദ്ദേഹം ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫർ നൽകുന്നതെങ്കിൽ അങ്ങനെയുള്ള ഓഫറെ നമുക്ക് എന്ത് പറയാം, ഇൻവാലിഡ് ഓഫർ എന്ന് പറയാം. നെക്സ്റ്റ്, ദി ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ആൻ ആൻസർ ടു എ ക്വസ്റ്റ്യൻ. ദി ടേംസ് ഓഫ് ദി ഓഫർ ഷുഡ് ബി ക്ലിയർ സോ ദാറ്റ് ദർ ഈസ് നോ കൺഫ്യൂഷൻ വെദർ ഇറ്റ് ഈസ് എ വാലിഡ് ഓഫർ ഓർ ആൻ ആൻസർ ടു എ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം, ഓഫർ എന്ന് പറയണമെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഓഫറിൻ്റെ ടേംസ് എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, ഡൗട്ട്ഫുൾ ആവരുത്. അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷനും ഉണ്ടാവരുത്. എന്നാൽ നമുക്ക് അതിനെന്ത് പറയാം, വാലിഡ് ഓഫർ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ആൻസർ ടു എ ക്വസ്റ്റ്യൻ ആവരുത്, അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നൽകുന്ന പോലെ ആവരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഓഫർ നൽകേണ്ടത്. ആൻ ആൻസർ ടു എ ക്വസ്റ്റ്യൻ കനോട്ട് ബി ടേക്കൺ ആസ് ആൻ ഓഫർ. നമ്മൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നൽകുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൻസേഴ്സിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഫറിനെ നമുക്ക് എന്ത് പറയാം, ഇൻവാലിഡ് ഓഫർ എന്ന് പറയാം. അപ്പം ഒരു ഓഫർ എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അതിൻ്റെ ടേംസ് എല്ലാം ക്ലിയർ ആയിട്ട് നൽകിയിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഓഫറായിട്ട് നൽകുന്നതെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, വാലിഡ് ഓഫർ എന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് പറയാം, ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. പ്രൈസ് ലിസ്റ്റ്, കാറ്റലോഗ്സ്, ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ് ഇൻ എ ഷോ വിൻഡോ, ടെൻഡേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്, പ്രോസ്പെക്ട്സ് ഓഫ് എ കമ്പനി എക്സെട്ര ആർ ഇൻസ്റ്റൻസ് ഓഫ് ഇൻവിറ്റേഷൻ ടു ഓഫർ. അതായത് നമ്മൾ ഒരു ഇൻവിറ്റേഷൻ ടു ഓഫർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലീഗൽ ഓഫറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ കുറച്ച് ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്റ്റിൻ്റെയൊക്കെ പ്രൈസ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് കാറ്റലോഗ്സ്, നമ്മൾ ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നൽകാറുണ്ട്, പ്രോസ്പെക്ട്സ് നൽകാറ്, കമ്പനീൻ്റെ പ്രോസ്പെക്ട്സ് നൽകാറുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുക, ഇൻവിറ്റേഷൻ ടു ഓഫർ എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ കോൺട്രാക്റ്റിംഗ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഇൻവിറ്റേഷൻ ടു ഓഫർ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, ഒരു വാലിഡ് ഓഫറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് നമ്മളൊരു ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താണ്, മറ്റേ പഴം നമ്മൾ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത്
ആ ഇൻഫോർമേഷൻ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാണ്. അപ്പം അങ്ങനെയുള്ള ഓഫറിനെ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ടു ഓഫറിനെ നമുക്ക് ഒരിക്കലും എന്താണെന്ന് പറയാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിംഗ് ടേംസിൽ ഒരു ഓഫറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. In case of an invitation for an offer, there is no intention on the part of the person sending out the invitation to obtain the assent of the other person to such an invitation. നമ്മളൊരു ഇൻവിറ്റേഷൻ ടു ഓഫർ നൽകുന്ന സമയത്ത് അതായത് ഓഫർ നൽകുന്ന ആളടുത്ത് നിന്ന് അദ്ദേഹത്തിന് യാതൊരു ഇൻറ്റൻഷനും ഉണ്ടായിരിക്കില്ല, മറ്റേ പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഷോപ്പിൽ കുറച്ച് ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അത് കാണുന്ന എല്ലാവരും അത് വാങ്ങിക്കോളണമെന്ന് നമുക്ക് നിർബന്ധമില്ല അല്ലേ. അത് താല്പര്യമുള്ളവർ എന്ത് ചെയ്താൽ മതി, വാങ്ങിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഓഫറുകളെ നമ്മൾ എന്ത് പറയുന്നത്, ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സ്പെഷ്യൽ കണ്ടീഷൻസ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫർ must also be communicated. In such cases, the rule is that the party shall not be bound by the condition unless conditions printed are properly communicated. നമ്മൾ എന്തെങ്കിലും ഓഫർ നൽകുന്ന സമയത്ത് അതിലെന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻസ് അല്ലെങ്കിൽ ഓഫറിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് മറച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ കണ്ടീഷൻസും നമ്മൾ ഓഫർ നൽകുന്ന സമയത്ത് തന്നെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ദി ഓഫർ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓഫർ എന്തുണ്ടായിരിക്കാം, പോസിറ്റീവായിട്ടുള്ള ഓഫർ ഉണ്ടായിരിക്കാം, നെഗറ്റീവായിട്ടുള്ള ഓഫർ ഉണ്ടായിരിക്കാം. ആൻ ഓഫർ ടു ഡു സംതിങ് ഈസ് ആൻ പോസിറ്റീവ് ഓഫർ. നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫർ നൽകുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് ഓഫർ എന്ന് പറയാം. ആൻ ഓഫർ ഡു നോട്ട് ഡു സംതിങ് ഈസ് ആൻ നെഗറ്റീവ് ഓഫർ. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓഫർ നൽകുകയാണെങ്കിൽ, ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു ഓഫർ നൽകുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, നെഗറ്റീവ് ഓഫർ എന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ദി ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം, ഇംപ്ലൈഡ് ഓഫർ ആയിരിക്കാം, അതുപോലെ തന്നെ എക്സ്പ്രസ്ഡ് ഓഫർ ആയിരിക്കാം. ആൻ ഓഫർ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ബൈ വേർഡ്സ് റിട്ടൺ ഓർ സ്പോക്കൺ ഈസ് കോൾഡ് ആൻ എക്സ്പ്രസ് ഓഫർ. നമ്മളൊരു ഓഫർ നൽകുന്ന സമയത്ത് നമ്മൾ വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ റിട്ടൺ ആയിട്ട് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്സിലൂടെയാണ് നമ്മൾ ആ ഓഫർ നൽകുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, എക്സ്പ്രസ് ഓഫർ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. എ പറയാണ് ബിനോട്, ഞാൻ എൻ്റെ കാറ് നിങ്ങൾക്ക് 1,00,000 രൂപയ്ക്ക് തരാമെന്ന്. ബി അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റ് ആണ്. അവർ സ്പോക്കൺ വേർഡ്സിലൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ദി ഓഫർ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ബൈ കോൺട്രാക്ട് ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇംപ്ലൈഡ് ഓഫർ. നമ്മളിപ്പോൾ ഒരു ഓഫർ നൽകുന്ന സമയത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മളത് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. വേർഡ്സ് ആയിട്ടോ റിട്ടൺ ആയിട്ടോ ഒന്നും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷേ പാർട്ടീസ് തമ്മിലുള്ള അവരുടെ ഒരു കണ്ടക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു റിലേഷനിലൂടെയാണ് അതെന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഓഫർ നമുക്ക് എന്ത് പറയാം, ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ബസ്സിൽ കയറുന്ന സമയത്തുള്ള ഓഫറൊക്കെ ആണെങ്കിൽ, അതായത് ബസ്സിൽ കയറുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ കയറും, ടിക്കറ്റിനുള്ള ഫെയർ കൊടുക്കും, ബസ്സിലുള്ള ജീവനക്കാർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കോൺട്രാക്റ്റിലൊന്നും ഏർപ്പെടുന്നില്ല. പക്ഷേ ആ പാർട്ടീസ് തമ്മിൽ എന്ത് ചെയ്യണം, ഒരു ഇംപ്ലൈഡ് ഓഫറിൽ ഏർപ്പെടുന്നുണ്ട്. കാരണം അവർ പറയാതെ തന്നെ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടോ സ്പോക്കൺ ആയിട്ടോ യാതൊരു കാര്യത്തിൽ ഏർപ്പെടാതെ തന്നെ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ഓഫർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഓഫറെ നമുക്ക് എന്ത് പറയാം, ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയാം. അപ്പോൾ വേർഡ്സിലൂടെ റിട്ടണിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടാണ് ഒരു ഓഫർ നൽകുന്നതെങ്കിൽ എക്സ്പ്രസ് ഓഫർ എന്ന് പറയും. പക്ഷെ നമ്മൾ അങ്ങനെ യാതൊരു വേർഡ്സും സ്പോക്കണും ഒന്നും ഇല്ലാതെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ കണ്ടക്റ്റിലൂടെയാണ് നമ്മുടെ ഓഫർ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയും. നെക്സ്റ്റ് വൺ, ദി ഓഫർ മേ ബി എ സ്പെസിഫിക് ഓർ ജനറൽ. When an offer is addressed to a specific individual or a group of individuals, it is called as specific offer. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ മെൻഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ മെൻഷൻ ചെയ്തിട്ടാണ് ഒരു ഓഫർ നൽകുന്നതെങ്കിൽ അങ്ങനെയുള്ള ഓഫർ നമുക്ക് എന്ത് പറയാം, സ്പെസിഫിക് ഓഫർ എന്ന് പറയാം. ഇപ്പം എ എന്ന് പറഞ്ഞ ഒരാൾ, വ്യക്തി എന്നിനൊരു ഓഫർ നൽകാണ്, അദ്ദേഹത്തിൻ്റെ കാറ് 1,00,000 രൂപയ്ക്ക് നൽകാമെന്ന്.
അപ്പം ഇവിടെ എൻ എന്ന വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഓഫർ നമുക്ക് എന്ത് പറയാം, സ്പെസിഫിക് ഓഫർ എന്ന് പറയാം. When an offer is addressed to an unascertain body of individuals or to a public at a large, it is said to be a general offer. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു പ്രത്യേക വ്യക്തിയൊന്നും മെൻഷൻ ചെയ്യാതെ ആർക്ക് വേണമെങ്കിലും ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഫർ നൽകുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ജനറൽ ഓഫർ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ന്യൂസ് പേപ്പറിലൂടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നൽകാണ്, ഓഫർ നൽകാണ്. അദ്ദേഹത്തിൻ്റെ കാണാതായ പോയിട്ടുള്ള ഡോഗിനെ കണ്ടുപിടിച്ച് വരുന്ന ആളുകൾക്ക് 500 രൂപ നൽകുമെന്ന്. അപ്പം അങ്ങനെയുള്ള ഓഫർ എന്ന് പറഞ്ഞിട്ട് എന്താണ്, അത് ജനറൽ ഓഫറാണ്. കാരണം അതിൽ അക്സെപ്റ്റർ ആരാകണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. ആർക്ക് വേണമെങ്കിലും ആ ഓഫർ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഓഫറെ നമ്മൾ എന്ത് പറയും, ജനറൽ ഓഫർ. നെക്സ്റ്റ് പറയുന്നത്, ദി ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം the non-compliance of which would amount to acceptance. One cannot say while making the offer that if the offer is not accepted by a certain time, it will be presumed to have been accepted. നമ്മൾ അതായത് ഒരു ഓഫർ നൽകുന്ന സമയത്ത് നമ്മൾ പറയാണ്, ഒരു പെർട്ടിക്കുലർ സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഓഫർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന രീതിയിൽ എന്ത് ചെയ്യും, കണക്കാക്കും എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു ഓഫർ നൽകരുത്. അങ്ങനെയുള്ള ഓഫർ നമ്മൾ എന്ത് പറയും, ഇൻവാലിഡ് ഓഫർ എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ നോക്കാം. എ പറയാണ് ബിക്ക് അദ്ദേഹത്തിൻ്റെ ബുക്ക് 500 രൂപയ്ക്ക് വിൽക്കാണ്. അതോടൊപ്പം അദ്ദേഹം പറയാണ് വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതിനൊരു അക്സെപ്റ്റൻസ്, നിങ്ങളതിന് സമ്മതമാണോ അല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, കണക്കാക്കും എന്ന രീതിയിൽ പറയാണ്. അങ്ങനെയുള്ള ഓഫർ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, വാലിഡ് ഓഫർ എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്